ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നാളെ ഇന്ന കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഒരു കാര്യം ചെയ്യാനുണ്ട്, ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്ന് ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാറുണ്ട്. പക്ഷെ ആക്ച്വലി ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ഇംഗ്ലീഷ് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഗ്രാമർ ടെൻസ്. അതായത് നമുക്ക് കാണാൻ പറ്റും ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ അറിയാം വില്ല് ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ ടെൻസ് പറയാറ്. അതായത് ഞാൻ നാളെ അവിടെ പോകും, ഐ വിൽ ഗോ ദെയർ ടുമോറോ. ഈ വില്ല് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. അതായത് വില്ല് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരിക്കലും മറ്റ് വേർഡ്സിൽ മാറ്റം വരുന്നില്ല. അതായത് നമ്മൾ ഈ ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ അറിയാം, വെർബിൽ ചെറുതായിട്ട് മാറ്റം വരാറുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ചേഞ്ചസ് വരാറുണ്ട്. പക്ഷെ വില്ല് ഉപയോഗിക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഏത് സബ്ജക്റ്റിന്റെ കൂടെയും വില്ല് ഉപയോഗിക്കാം. അതായത് ഹി വിൽ എന്ന് പറയാം, ഐ വിൽ എന്ന് പറയാം, ദേ വിൽ എന്ന് പറയാം, യു വിൽ എന്ന് പറയാം. നമുക്കറിയാം മറ്റ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ ഡു ആണെങ്കിൽ നമ്മൾ ഹി ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഡസ് ഉപയോഗിക്കണം അല്ലെ. ഐ ആണെങ്കിൽ ഐ ഡു എന്ന് പറയണം. ഇപ്പൊ വാസും വേറും ആണെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഐ വോസ് എന്ന് പറയും, പക്ഷെ യു വോസ് എന്ന് പറയില്ല, യു വേർ എന്ന് പറയും. പക്ഷെ വില്ലിന്റെ കാര്യം എന്താണ്, വില്ല് എല്ലാത്തിന്റെയും കൂടെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കതിന്റെ യൂസ് കാണാം. ഇവിടെ നോക്കൂ, പോകും, ചെയ്യും, പറയും, വരും, ഇങ്ങനെയുള്ള സെന്റൻസുകൾ വരുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ട് വിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പോകും എന്ന് എങ്ങനെയാണ് പറയുക, വിൽ ഗോ. ചെയ്യുമെന്നാണെങ്കിലോ വിൽ ഡു. പറയുമെന്നാണെങ്കിലോ വിൽ സേ. വരുമെന്നാണെങ്കിലോ വിൽ കം. അതായത് നമുക്ക് ഇനിയിപ്പം ഞാൻ വരുമെന്ന് പറയാം, അവൻ വരുമെന്ന് പറയാം, അവൻ പോകുമെന്ന് പറയാം. ഏത് രീതിയിലും ഇതിന് നമുക്ക് സെന്റൻസ് മാറ്റാം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. സെന്റൻസ് വൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ഞാൻ നാളെ അവിടെ പോകും. നമുക്ക് എങ്ങനെ പറയാം, ഞാൻ നാളെ അവിടെ പോകും. ഓക്കെ, I will go there tomorrow. സിമ്പിൾ ടെൻസ് ആണ്. കണ്ടില്ലേ, ആരാണോ പോകുന്നത് സബ്ജക്റ്റ്, പിന്നെ നമ്മൾ വില്ല് ഉപയോഗിക്കുന്നു, പിന്നെ നമ്മൾ ഇവിടെ വെർബ് ഉപയോഗിക്കുന്നു. പിന്നെ എവിടെയാണോ പോകുന്നത്, ഐ വിൽ ഗോ there tomorrow. ഇവിടെ കണ്ടോ, ഗോ എന്നുള്ളത് മാറിയിട്ടൊന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. ഇനി രാഹുൽ പെട്ടെന്ന് വരും. രാഹുൽ വിൽ, പറഞ്ഞു നോക്കൂ, കം. പെട്ടെന്ന് എന്നുള്ള ഇംഗ്ലീഷ് എങ്ങനെയാണ്, സൂൺ. രാഹുൽ വിൽ കം സൂൺ. രാഹുൽ പെട്ടെന്ന് വരും. അവൾ ഗിത്താർ വായിക്കാൻ പഠിക്കും. എങ്ങനെ എഴുതാം, ഷീ വിൽ, അവളാണ്. സോ ഷീ വിൽ ലേൺ. അവൾ പഠിക്കും. എന്താണ് പഠിക്കുന്നത്, ഗിത്താർ വായിക്കാൻ. ഷീ വിൽ ലേൺ ഗിത്താർ. അവൾ ഗിത്താർ വായിക്കാൻ പഠിക്കും. ഷീ വിൽ ലേൺ ഗിത്താർ. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. അവൻ അവളുടെ കൂട്ടുകാരിയെ കല്യാണം കഴിക്കും. നമ്മൾ പറയാണ്, അവൻ അവളുടെ കൂട്ടുകാരിയെ കല്യാണം കഴിക്കും. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം, അവൻ നമുക്കറിയാം ഹി ആണ്. അവളുടെ എന്നുള്ളതിന്റെ വേർഡ് ഏതാണ്, ഹർ ആണ് അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എഴുതുന്നു, വിൽ മാരി എന്ന് എഴുതുന്നു. ഹി വിൽ മാരി. നമുക്കറിയാലോ ഇംഗ്ലീഷ് റൂൾ അനുസരിച്ച് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ് വരും. വിൽ മാരി അവളുടെ കൂട്ടുകാരിയെ, ഹർ ഫ്രണ്ട്. He will marry her friend. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോവാം. അവൻ എന്നെ കല്യാണം വിളിക്കില്ല. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അതായത് ഫ്യൂച്ചറിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അതെങ്ങനെ എഴുതാം, ഈസിയാണ്. വിൽ പ്ലസ് നോട്ട്. അതിന്റെ കോൺട്രാഡിക്റ്ററി ഫോം ആയിട്ട് വോണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വിൽ നോട്ട് എന്നും പറയാം.
ഓക്കെ, സോ അവൻ എന്നെ കല്യാണം വിളിക്കില്ല. ഹി വോണ്ട്, ഹി വോണ്ട് വിളിക്കുക അല്ലെ, നമ്മൾ ഇൻവൈറ്റ് എന്നാണ് പറയുക കല്യാണം വിളിക്കുന്നതിനൊക്കെ. സോ ഹി വോണ്ട് ഇൻവൈറ്റ് മീ. സോ ഹി വോണ്ട് ഇൻവൈറ്റ് മീ ടു ഹിസ് വെഡിങ്. ഹി വോണ്ട് ഇൻവൈറ്റ് മീ ടു ഹിസ് വെഡിങ്, അതായത് അവൻ എന്നെ കല്യാണം വിളിക്കില്ല. അടുത്തത്, ഞാൻ ആ കല്യാണത്തിന് പോകില്ല. എങ്ങനെ പറയാം? ഇവിടെ ഞാനാണ്, ഐ വോണ്ട് ഗോ ടു ദി വെഡിങ്. ഞാൻ ആ കല്യാണത്തിന് പോകില്ല. ഐ വോണ്ട് ഗോ ടു ദ വെഡിങ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ ആ കല്യാണത്തിന് പോകുമോ? എങ്ങനെ ചോദിക്കാം? ഇവിടെ നമുക്കറിയാം എല്ലാം നമ്മൾ വില്ല് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വില്ല് ആദ്യം ഇടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സോ വിൽ യു ഗോ ടു ദി വെഡിങ്? നീ ആ കല്യാണത്തിന് പോകുമോ? വിൽ യു ഗോ ടു ദി വെഡിങ്? അവൻ നിന്നെ വിളിക്കുമോ? അടുത്ത ചോദ്യമാണ്. അവൻ നിന്നെ വിളിക്കുമോ? ഇത് കല്യാണത്തിന്റെ വിളിയല്ല, അല്ലാത്ത വിളിയാണ്. സോ ഇനിയിപ്പോ കല്യാണത്തിന് വിളിക്കുന്നതാണെങ്കിൽ ഇൻവൈറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ വിൽ ഹി കോൾ യു? ഇനി കല്യാണത്തിനാണെങ്കിൽ എങ്ങനെ പറയാം? വിൽ ഹി ഇൻവൈറ്റ് യു എന്ന് ചോദിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഹി ഉപയോഗിച്ചപ്പോഴും യു ഉപയോഗിച്ചപ്പോഴും ഐ ഉപയോഗിച്ചപ്പോഴും എല്ലാം ഈ വിൽ എന്നുള്ള ഫോർമാറ്റിന് ഒരു മാറ്റവും വന്നിട്ടില്ല. വിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നു, വോണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നു, അല്ലാതെ അതിന്റെ രൂപത്തിൽ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. അവൻ എനിക്ക് മെസ്സേജ് അയക്കും. സോ എങ്ങനെ എഴുതാം? ഹി വിൽ മെസ്സേജ്. ആർക്കാണ്? എനിക്ക്. ഹി വിൽ മെസ്സേജ് മീ. അവൻ എനിക്ക് മെസ്സേജ് അയക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വില്ലിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V1 വെർബ് ആയിരിക്കും. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഫ്യൂച്ചറിലുള്ള സെന്റൻസുകളാണ്, അത് നമ്മൾ ബേസ് ഫോം ഓഫ് ദി വെർബാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ പാസ്റ്റ് ഫോമോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ഒന്നും ഉപയോഗിക്കേണ്ട. ഏതാണോ V1 ഫോം അത് ഉപയോഗിക്കുക. പ്ലേ, മെസ്സേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശശി നാളെ ഇവിടെ എത്തും. എങ്ങനെ എഴുതാം? ശശി വിൽ reach here tomorrow. ശശി നാളെ ഇവിടെ എത്തും. ശശി വിൽ റീച്ച് ഹിയർ ടുമോറോ. സോ ഇവിടെ എന്നുള്ളതിന്റെ വേർഡാണ് ഹിയർ. റീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തുക, എത്തിച്ചേരുക എന്നുള്ള മീനിങ് ആണ്. അടുത്തത്, അത് ഞങ്ങൾ പ്ലാൻ ചെയ്യും. എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും. വി വിൽ പ്ലാൻ ദാറ്റ്. ഞങ്ങൾ അത് പ്ലാൻ ചെയ്യും. വി വിൽ പ്ലാൻ ദാറ്റ്. അടുത്തത്, ഞാൻ ഇന്ന് രാത്രി അത്താഴം ഉണ്ടാക്കും. സോ എങ്ങനെ പറയാം? ഐ വിൽ പ്രിപ്പയർ ഡിന്നർ ടുനൈറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ വെർബ്, അതായത് ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട വെർബുകൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സെന്റൻസുകൾ എഴുതാൻ വളരെ എളുപ്പമാണ്. എത്ര സെന്റൻസുകൾ വേണമെങ്കിലും ഏത് ടെൻസിലും എഴുതാൻ പറ്റും, നമുക്ക് വെർബുകൾ അറിയാമെങ്കിൽ. അപ്പൊ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു 100 വെർബ്സിന്റെ ഡിഫറെന്റ് ഫോംസിന്റെ ഒരു ഷീറ്റ് കൊടുക്കാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് സമയം കിട്ടുമ്പോൾ പഠിക്കുക. അടുത്ത് നോക്കാം. നാളെ അവൻ വീട് വൃത്തിയാക്കും. രാത്രി 9 മണിക്ക് ഷോപ്പ് അടയ്ക്കും.
അവർ എന്നെങ്കിലും ലോകം ചുറ്റി സഞ്ചരിക്കും. അവൻ ഭാവിയിൽ ഡോക്ടർ ആകും. ഇതൊക്കെ ഫ്യൂച്ചറിലുള്ള സെന്റൻസുകൾ തന്നെയാണ്. നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം. നാളെ അവർ വീട് വൃത്തിയാക്കും. എങ്ങനെ പറയാം? ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്. സോ അവർ, ദേ വിൽ, വില്ലിന് ഒരു മാറ്റവും ഇല്ല ഏത് സെന്റൻസ് ആണെങ്കിലും. ദേ വിൽ ക്ലീൻ. They will clean the house. They will clean the house. നാളെ അവർ വീട് വൃത്തിയാക്കും. അപ്പൊ നാളെ എന്നുള്ള വേർഡ് ഏതാണ്? ടുമോറോ. They will clean the house tomorrow. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. രാത്രി 9 മണിക്ക് ഷോപ്പ് അടയ്ക്കും. എങ്ങനെ പറയാം? The shop will close by 9. രാത്രി 9 മണിക്ക് ഷോപ്പ് അടയ്ക്കും. അപ്പൊ നമുക്കിവിടെ PM കൂടി ഇടാം, രാത്രിയാന്ന് അറിയിക്കാൻ. ഓക്കെ, അടുത്ത് നോക്കാം. അവർ എന്തെങ്കിലും ലോകം ചുറ്റി സഞ്ചരിക്കും. എന്തെങ്കിലും എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? സംഡേ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം, അവർ എന്തെങ്കിലും ലോകം ചുറ്റി സഞ്ചരിക്കും. They will travel around the world someday. അടുത്തത്, അവൻ ഭാവിയിൽ ഡോക്ടർ ആവും. അവൻ ഭാവിയിൽ ഡോക്ടർ ആവും. He will become a doctor. അവൻ ഭാവിയിൽ ഡോക്ടർ ആവും. He will become a doctor in the future എന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടും പറയാം. അടുത്ത് നോക്കാം. രാത്രി 8 മണിക്ക് ഗാനമേള ആരംഭിക്കും. അത്താഴം കഴിഞ്ഞ് അവർ സിനിമ കാണും. എൻ്റെ അച്ഛൻ അടുത്ത മാസം ഒരു പുതിയ കാർ വാങ്ങും. അവർ അടുത്ത ഇലക്ഷനിൽ തോൽക്കും. ഇതൊക്കെ നമുക്ക് മാറ്റി നോക്കാം. രാത്രി 8 മണിക്ക് ഗാനമേള ആരംഭിക്കും. The concert will start at 8 p.m. 8 മണിക്ക് ഗാനമേള ആരംഭിക്കും. The concert will start at 8 p.m. അത്താഴം കഴിഞ്ഞ് അവർ സിനിമ കാണും. എങ്ങനെ പറയാം? They will, ഒന്ന് പറഞ്ഞു നോക്കൂ. They will watch a movie after dinner. They will watch a movie after dinner. അത്താഴം കഴിഞ്ഞവർ സിനിമ കാണും. എൻ്റെ അച്ഛൻ അടുത്ത മാസം ഒരു പുതിയ കാർ വാങ്ങും. My father will buy a new car next month. അടുത്ത മാസം. എൻ്റെ അച്ഛൻ അടുത്ത മാസം ഒരു പുതിയ കാർ വാങ്ങും. My father will buy a new car next month. അവർ അടുത്ത ഇലക്ഷനിൽ തോൽക്കും. They will lose the next election. അവർ അടുത്ത ഇലക്ഷനിൽ തോൽക്കും. They will lose the next election. അടുത്ത് നോക്കാം. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. പോകുമെന്നതിന് പകരം പോകാം, ചെയ്യാം, പറയാം, വരാം, കൊടുക്കാം, ഇരിക്കാം എന്നുള്ള സെന്റൻസുകളാണുള്ളത്. അതായത് ഇതൊരിക്കലും നമ്മൾ വേറൊരാൾ ചെയ്യുന്നതായിട്ട് പറയില്ലല്ലോ. അതായത് അവൻ പോകാമെന്നോ അവള് ചെയ്യാമെന്നോ അവര് പറയാമെന്നൊന്നും അല്ല പറയാ. ഇതെപ്പോഴും നമ്മളെ കുറിച്ച് പറയുന്നതാണ്. ഞാൻ പോകാം, ഞാൻ ചെയ്യാം, ഞാൻ പറയാം, ഞാൻ വരാം, ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇരിക്കാം.
ഇങ്ങനെയുള്ള സെന്റൻസ് ആക്ച്വലി നമുക്ക് ഇപ്പൊ മോഡേൺ ഇംഗ്ലീഷിൽ എപ്പോഴും വില്ല് തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിലും ഇങ്ങനെയുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഷാൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഐ ഷാൾ ഗോ, ഞാൻ ചെയ്യാം, ഐ ഷാൾ ഡു, ഞാൻ പറയാം, ഐ ഷാൾ സേ, ഞാൻ വരാം, ഐ ഷാൾ കം, ഞാൻ കൊടുക്കാം, ഐ ഷാൾ ഗീവ്, ഞാൻ ഇരിക്കാം, ഐ ഷാൾ സിറ്റ്. നമുക്കറിയാം വില്ല് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ സെർട്ടൈൻ ആയിട്ട് പറയാണ്, നമ്മൾ ചെയ്യും, പറയും, വരും. ഇതെന്ന് പറയുമ്പോൾ അത്ര ഉറപ്പില്ല. പോകാം, ചെയ്യാം, പറയാം, വരാം, കൊടുക്കാം, ഇരിക്കാം, ഐ ഷാൾ ഡു ദാറ്റ്, ഞാനത് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ 100% ഉറപ്പാണ് നമ്മൾ വില്ല് ഉപയോഗിച്ച് പറയുമ്പോൾ. അപ്പം നമ്മൾ ഈ ഷാൾ എന്നുള്ളത് എപ്പോഴും ഐയുടെ കൂടെ മാത്രമേ അല്ലെങ്കിൽ വീയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം ഞാൻ പോകാമെന്നതിന് പറയുന്നതിന് പകരം നമ്മൾ ഞങ്ങൾ പോകാമെന്ന് പറയും. പക്ഷെ ഒരിക്കലും അവൻ പോകാമെന്നോ അവള് പോകാമെന്നോ ഒന്നും നമ്മൾ പറയില്ല. അപ്പം ഐ ഓർ വിയുടെ കൂടെ മാത്രമേ നമ്മൾ ഈ ഷാള് യൂസ് ചെയ്യുള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പം അല്ലെങ്കിൽ ഗ്രാമറിൽ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഒന്ന് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തത് നെഗറ്റീവ്, മൂന്നാമത്തത് ക്വസ്റ്റ്യൻ, നാലാമത്തത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അവൻ നാളെ മത്സരത്തിൽ പങ്കെടുക്കും. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു കാര്യം അവൻ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നു. എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഹി വിൽ participate in the competition. He will participate in the competition. ഇനി അവൻ നാളെ മത്സരത്തിൽ പങ്കെടുക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ്. അതായത് ചെയ്യില്ല എന്നൊരു മീനിങ്. വിൽ നോട്ട്. ഹി വിൽ നോട്ട്, പിന്നെ മുകളിൽ എഴുതിയ സംഭവം തന്നെ, ഹി വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. ഇനി ക്വസ്റ്റ്യൻ, അവൻ നാളെ മത്സരത്തിൽ പങ്കെടുക്കുമോ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അവൻ നാളെ മത്സരത്തിൽ പങ്കെടുക്കുമോ? നമ്മൾ വില്ല് ഉപയോഗിച്ച് ചോദിക്കുന്നു. വിൽ ഹി, പിന്നെ സെയിം ആണ്, പാർട്ടിസിപ്പേറ്റ്. വിൽ ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. നാലാമത്തെ എന്താണ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അവൻ നാളെ മത്സരത്തിൽ പങ്കെടുക്കില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അതായത് ഇല്ലേ, ഒരു ഡൗട്ടോട് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കാം? വിൽ ഹി ചോദിച്ചതിന് പകരം വോണ്ട് ഹി ചോദിക്കുന്നു. വോണ്ട് ഹി പാർട്ടിസിപ്പേറ്റ്. ബാക്കിയൊക്കെ സെയിം ആണ്. വോണ്ട് ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. ഒന്നുകൂടെ നമുക്ക് 4 കാറ്റഗറി പറഞ്ഞു നോക്കാം. പോസിറ്റീവ്, ഹി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. നെഗറ്റീവ്, ഹി വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. ക്വസ്റ്റ്യൻ, വിൽ ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, വോണ്ട് ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. അപ്പം ഏത് ടെൻസ് പഠിച്ചാലും ഈ 4 കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നമുക്ക് ഏത് കാര്യവും ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി സെഷൻ. അപ്പോൾ നമുക്ക് വേറൊരു സെഷനുമായിട്ട് അടുത്ത ദിവസം കാണാം.